ഹലോ ട്രേഡേഴ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബൈ റേഞ്ച് ആൻഡ് സെല്ലിംഗ് റേഞ്ച് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതേപോലെ ചാർട്ട് റീഡിംഗ് സ്കിൽ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ സെഷൻ അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്ത് സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യമായിട്ട് ഒക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ആരും എന്ത് ചെയ്ത് ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്ത് കാണരുത്. അതായത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ ശ്രദ്ധിച്ച് കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് മാർക്കറ്റിൽ ഈ റേഞ്ചിലൂടെ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. മാർക്കറ്റ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? ഓക്കെ, മാർക്കറ്റ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്താകുന്നു, താഴത്തേക്ക് പോകുന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ക്രിയേറ്റ് ചെയ്ത റെസിസ്റ്റൻസ് എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു. നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഈ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ കാരണമായത് എന്താണ്, ഒരു ഡിമാൻഡ് സോൺ ആണ്. ഓക്കെ, ഇപ്പൊ ഡിമാൻഡ് സോൺ എന്താണ്, ഈ ഡിമാൻഡ് സോൺ പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഡിമാൻഡ് സോൺ ആയിട്ട് ഇവിടെ കിട്ടിയത്. ഓക്കെ, ഇവിടെ കിട്ടിയ ഡിമാൻഡ് സോൺ ഇതാണ്. ഓക്കെ, അപ്പൊ ഡിമാൻഡ് സോൺ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഡിമാൻഡ് സോണിന്റെ പവർ കൊണ്ടാണ് മാർക്കറ്റ് ഈ ലാസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അല്ലേ. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു പുതിയ റെസിസ്റ്റൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, ഒരു ന്യൂ റെസിസ്റ്റൻസ് ഇവിടെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇത് കാണാം അല്ലേ. അതിനുശേഷം മാർക്കറ്റ് അവിടുന്ന് സെല്ലിങ് കാര്യങ്ങൾ നടന്നു. ഓക്കെ, അപ്പം അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് ബൈ നടന്നു. ഓക്കെ, അപ്പൊ ഈ റേഞ്ച് ഏതാണ്, ഈ ഒരു റേഞ്ച് ഏതാണ്, ആർക്കും കയറിയോ? എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്ത്, ഈ റേഞ്ച് ഏതാണ്, വേഗം വേഗം. ഈ ഒരു റേഞ്ച് ഏത്, ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത ഈ ഒരു റേഞ്ച് ഏതാണ്, വേഗം പറയും വേഗം പറയും. അതെ, ആർ ബി ആർ. ഓക്കെ, അതെ, ആർ ബി ആർ. ഇതൊരു ആർ ബി ആർ റേഞ്ച് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇതൊരു ആർ ബി ആർ റേഞ്ച് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ആർ ബി ആർ റേഞ്ച് മാർക്കറ്റ് എന്ത് ചെയ്യും, മേലേക്ക് കയറി പോയി. അതെ, എന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലാസ്റ്റ് റെസിസ്റ്റൻസ്, അതായത് പുതിയ റെസിസ്റ്റൻസ് മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്ത്, താഴത്തേക്ക് വന്നു അല്ലേ, അതായത് സെല്ലിങ് നടന്നു. അതിനുശേഷം ഈ ആർ ബി ആർ റേഞ്ചിന്റെ അവിടെ നിന്ന് മാർക്കറ്റ് ബൈങ് നടന്നു ചെയ്ത് അല്ലേ. ഇനി നമുക്ക് എന്താ വെച്ചാൽ, ഇവിടുന്ന് നടന്ന ഈ സെല്ലേഴ്സ് എന്ത് ചെയ്യണം, അതായത് ഇവിടുന്ന് നടന്നത് ഈ സെല്ലിങ് റിയൽ ആണോ ഫേക്ക് ആണോ നമുക്ക് അറിയണം. ഓക്കെ, ഇവിടുത്തെ സെല്ലേഴ്സ് റിയൽ ആണെന്ന് നമുക്ക് അറിയണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്താ എങ്ങനെ അറിയാം? എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്തേ, പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റുഡൻസ് പെട്ടെന്ന് ചാറ്റ് ചെയ്തേ. അതെ തന്നെ, അതെ അതെ. അപ്പോൾ നമുക്ക് ഈ സെല്ലേഴ്സ്, അതായത് ഇവിടുന്ന് വന്ന ഈ സെല്ലേഴ്സ് റിയൽ ആണോന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതായത് ഇവിടെ വന്നിട്ടുള്ള ഈ സപ്പോർട്ട്, അതായത് ഈ സപ്പോർട്ട്, ഈ ആർ ബി ആർ ഈ ലെവൽ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്ത്, അതായത് താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ, ഇവിടെ വന്നത് റിയൽ സെല്ലേഴ്സ് ആണെന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണപ്പെടുന്ന ഒരു റിയൽ ബ്രേക്ക് ഔട്ട് ഇവിടെ തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് സെല്ലേഴ്സ് റിയൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ലെവലിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പം നമ്മളെ സ്റ്റുഡൻസിനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ, പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഈ കമൻറ്റ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റൻ്റെ അക്കൗണ്ട് ഉണ്ട്, അതേപോലെ ടെലഗ്രാമിൻ്റെ അക്കൗണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോൻ്റെ അടിയിലും കൊടുക്കാം. അതേപോലെ നമ്മളെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത്, നമുക്ക് എന്ത് സെല്ലിംഗ് ഇല്ല, ഇവിടെ ലൈസൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു സെല്ലിംഗ് പോയിന്റ് കിട്ടി. അവിടുത്തെ സെല്ലേഴ്സ് റിയൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, വീണ്ടും റിക്കവറി ചെയ്തിട്ട് മാർക്കറ്റ് കയറിപ്പോയി. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് റിക്കവറി ചെയ്തിട്ട് മാർക്കറ്റ് കയറിപ്പോയി അല്ലേ, മാർക്കറ്റ് കയറിപ്പോയി. അതിനുശേഷം എന്ത് ചെയ്ത്, ഇവിടെ നമ്മളെ സെല്ലേഴ്സിനെ ട്രാപ്പിലാക്കി. ഓക്കെ, സെല്ലേഴ്സിനെ ട്രാപ്പിലാക്കില്ലേ. ആദ്യം ഇവിടെ എന്ത് ചെയ്തു, ബയ്യേഴ്സിനെ ട്രാപ്പിലാക്കി. ഓക്കെ, അതായത് ഇവിടെ വന്ന ബയ്യേഴ്സിനെ ട്രാപ്പിലാക്കി. ഓക്കെ, അതായത് ഇവിടുന്ന് കയറി പോകാൻ കാരണമായ ആർ ബി ഐ റേഞ്ചിൽ കയറി പോകാൻ കാരണമായ ആ ബയ്യേഴ്സിനെ എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടെ വന്ന് ട്രാപ്പിലാക്കി. അതിനുശേഷം മാർക്കറ്റ് കയറി പോയിട്ട് എന്ത് ചെയ്തു, സെല്ലേഴ്സിനെയും കൂടി മാർക്കറ്റ് ട്രാപ്പിലാക്കിയോ, ആക്കി. ഓക്കെ, മാർക്കറ്റ് ട്രാപ്പിലാക്കി. അതിനുശേഷം മാർക്കറ്റ് താഴത്തേക്ക് വന്ന് ഒരു സോണൊക്കെ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പോയി. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ ഈ ക്യാൻഡിൽ ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റുമോ? സ്റ്റുഡൻസ് പെട്ടെന്ന് പറയൂ. ആർക്കെങ്കിലും അറിയോ? അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഈ ക്യാൻഡിൽ മാർക്കറ്റ് ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ? അതെ 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 അതെ, അർജുൻ പറഞ്ഞത് റെഡിയാണ്. ഓക്കെ, അതെ, ഇവിടെ നടന്നത് ലിക്വിഡിറ്റി ഗ്രാബിംഗ് ആണ്. ഓക്കെ, ലിക്വിഡിറ്റി ഗ്രാബിംഗ്. ഓക്കെ, ലിക്വിഡിറ്റി ഗ്രാബിംഗ് ഇവിടെ നടന്നു. അപ്പോൾ ഇവിടുന്ന് ഒന്നും ട്രേഡ് എടുക്കാതെ വെയിറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇവിടുന്ന് നല്ല എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ, അത്യാവശ്യം നല്ല പ്രോഫിറ്റും കാര്യങ്ങളും അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ ട്രേഡിങ്, എങ്ങനെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ,
അപ്പോൾ ഇവിടുന്ന് ഈ ലെവലിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയവരുണ്ടാവും. അതായത് ഇവിടുന്ന് ബൈയിങ് സോൺ ആണെന്ന് പറഞ്ഞ് പാവപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യും, കാര്യങ്ങൾ അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നു, ട്രേഡിങ് കാര്യങ്ങളും ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരുണ്ടാവും, ലോസ് ബുക്ക് ചെയ്ത ആൾക്കാർ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ലെവലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നടന്നിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇവിടുന്ന് റിക്കവറി നടന്നു പോയതാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതായത് ബയ്യേഴ്സിനെ ട്രാപ്പിലാക്കിയിട്ട് മാർക്കറ്റ് ബൈയിങ് നടന്നിട്ട് സെല്ലേഴ്സിനെ ട്രാപ്പിലാക്കിയ ഒരു ഏരിയ ആണ് ഇവിടെ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? അപ്പൊ മാർക്കറ്റ് കയറി പോയിട്ട് ഈ ലിക്വിഡിറ്റി ഗ്രാഫിന്റെ ഇവിടെ നിന്നിട്ട് ബൈയിങ് നടക്കുന്നത് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രേഡും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ അല്ലേ? ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് നിങ്ങൾക്ക് ട്രേഡും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ബുക്ക് ചെയ്യാം. ഓക്കെ, ചെയ്യാം. ഓക്കെ, ഈ ലെവലിൽ നിന്ന് കയറി അല്ലേ, ഇവിടുന്ന് നമുക്ക് ചെറിയ പ്രോഫിറ്റും കാര്യങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അതായത് മാർക്കറ്റിന് അവസാനിക്കാൻ കുറച്ച് ടൈമും കാര്യങ്ങളും ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് ചെറിയ പ്രോഫിറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുള്ളൂ. ഇന്ന് മാർക്കറ്റ് എന്ത് സംഭവിച്ചു, അതായത് ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്ത് കയറി പോയിട്ട് എത്ര പോയിന്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നോ? 50 പോയിന്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നില്ല ഇവിടെ? തന്നോ? തന്നില്ലേ? സ്റ്റുഡൻസ് പറയോ? 50 പോയിന്റ് ബുക്ക് ചെയ്തവരുന്നുണ്ട്, നമ്മളെ സ്ക്രീൻഷോട്ട് അയച്ചവരുന്നുണ്ട്. ഓക്കെ, എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഇതേപോലെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എന്ത് ചെയ്യാം, എടുക്കുക. അവരെടുത്ത എന്താ, ഒരു പാറ്റേൺ ട്രേഡിംഗ് ആണ്. അപ്പൊ ഇതേപോലെ പാറ്റേൺ ട്രേഡിങ് കാര്യങ്ങൾ ചെയ്താൽ മാത്രം നിങ്ങളും പ്രോഫിറ്റ് ആവുള്ളൂ. ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യും, എപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ ത്രില്ലിങ് പോലെ ഒരു ഫിലിം കാണുന്ന പോലെ ത്രില്ലിങ് അടിച്ച് കണ്ടവരേക്കാരും എല്ലാവരും. അതിലൊരു നൂൽക്ക് പോലും സ്കിപ്പ് അടിക്കാതെ ഫുള്ള് കണ്ടവർ ഇതിലുണ്ടാവും ഇല്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ചെയ്യാനല്ല പറഞ്ഞത്. നമ്മൾ പഠിപ്പിച്ച് ചെയ്യുന്ന നമ്മളെ കോഴ്സിലുള്ള എന്താ വെച്ചാൽ, ആ നമ്മുടെ കോഴ്സിലും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ലിക്വിഡിറ്റി ഗ്രാഫിന് എന്താ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ? അവർക്കറിയാം എന്താ ലിക്വിഡിറ്റി ഗ്രാഫിനും കാര്യങ്ങളൊക്കെ അവർക്കറിയാം. ഓക്കെ, അപ്പോൾ ആ ലെവലിൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് എല്ലാവർക്കും എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റ് കാര്യങ്ങൾ ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് പാറ്റേൺ ട്രേഡിംഗ് പ്രകാരം ട്രേഡിങ് കാര്യങ്ങൾ ചെയ്തവർക്ക് എന്ത് ചെയ്യുന്നു, നല്ല പ്രോഫിറ്റ് കാര്യങ്ങൾ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ പാറ്റേൺ ട്രേഡിംഗ് കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാം. ഓക്കെ, അല്ലാതെ ഇതേപോലെ കാര്യങ്ങൾ എന്ത് ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും, നാളെ നിങ്ങൾക്ക് ലോസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ലെവൽ കാര്യങ്ങൾ നിങ്ങൾ ട്രേഡിംഗ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക, നമ്മൾ എന്താണോ പറയുന്നത് അതുപോലെ അനുസരിച്ച് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തു പോവുക. ഓക്കെ, അപ്പോൾ ഈ ലെവൽ എന്ത് ചെയ്യുക, മാത്രം നിങ്ങൾ മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തു പോയാൽ മതി. ഓക്കെ, പാറ്റേൺ ട്രേഡിംഗ് മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇൻസ്റ്റൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യാം. നമ്മളെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യാം, നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലും കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ച് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.